കർഷകരുടെ ആശങ്കയകറ്റി ജില്ലയിൽ നെല്ല് സംഭരണത്തിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം തൃത്താല മണ്ഡലത്തിൽ കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ പള്ളങ്ങാട്ടുചിറയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് നിർവഹിച്ചു. പള്ളങ്ങാട്ടുചിറയിൽ നിന്ന് 5 ലോഡ് നെല്ലാണ് സംഭരിച്ചത്. പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ വട്ടേനാട് പാടശേഖരം, ചാലശ്ശേരി പഞ്ചായത്തിലെ മേപ്പാടം പാടശേഖരം എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ ലോഡ് വീതവും തൃത്താല പഞ്ചായത്തിലെ തൃത്താല പാടശേഖരത്തിൽ നിന്ന് 2 ലോഡും സംഭരിച്ചു. ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നായി 30 ലോഡ് നെല്ലുകളാണ് സംഭരിച്ചത്. കഴിഞ്ഞ ദിവസം മന്ത്രി എം.പി. രാജേഷിന്റെ നേതൃത്വത്തിൽ ഓൺലൈനായി ചേർന്ന ഉന്നതതല യോഗത്തിന്റെ ഭാഗമായാണ് കർഷകർക്ക് ആശ്വാസമായി നെല്ല് സംഭരണം ആരംഭിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. PRS ഹാജരാക്കുന്ന മുറയ്ക്ക് സഹകരണ സംഘങ്ങൾ കർഷകർക്ക് കാലതാമസമില്ലാതെ പ്രാഥമിക സർവീസ് സഹകരണ സംഘങ്ങൾ മുഖേന വില ലഭ്യമാക്കും. പള്ളങ്ങാട്ടുചിറയിൽ നടന്ന ചടങ്ങിൽ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ നാസർ അധ്യക്ഷയായി. പാലക്കാട് PMOമാരായ അജി അബൂബക്കർ, ജഗന്നാഥൻ, ഡോണ, അസിസ്റ്റന്റ് ഡയറക്ടർ മാരിയത്ത് കിബിത്തിയ, കപ്പൂർ കൃഷി ഓഫീസർ VV ഐഷ തുടങ്ങിയവർ പങ്കെടുത്തു. നെല്ല് സംഭരണം സംബന്ധിച്ച എല്ലാ ആശങ്കകൾക്കും പരിഹാരമായിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30-ക്കാണ് ഞാനും സംസ്ഥാന ചീഫ് സെക്രട്ടറിയും 2 വകുപ്പ് സെക്രട്ടറിമാരും സിവിൽ സപ്ലൈസിന്റെയും സഹകരണ വകുപ്പിന്റെയും സെക്രട്ടറിമാരും രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസും അതുപോലെ പ്രാഥമിക സർവീസ് സഹകരണ സംഘങ്ങളുടെ അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹികളും ജില്ലാ കളക്ടറും പങ്കെടുത്ത ഓൺലൈൻ മീറ്റിംഗിൽ ഈ പ്രശ്നത്തിന് തീരുമാനമുണ്ടാക്കിയത്. അതനുസരിച്ച് ഇന്നലെ വൈകുന്നേരം തന്നെ ആ യോഗം കഴിഞ്ഞ ഉടൻ തന്നെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ഇന്ന് പാലക്കാട് ജില്ലയിൽ നെല്ല് സംഭരണം ആരംഭിക്കും എന്നറിയിച്ചിരുന്നു. ഇന്ന് രാവിലെ തന്നെ നെല്ല് സംഭരണം ആരംഭിക്കുകയും ചെയ്തു. രാവിലെ ഓരോ മണിക്കൂറും എന്നതുപോലെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ തന്നെ ജില്ലാ കളക്ടർ നെല്ല് സംഭരിച്ച് ലോറികളിൽ കയറ്റുന്നതിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നു. അത്ര കാര്യക്ഷമമായി ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ ഉണ്ടാക്കിയിട്ടുള്ള തീരുമാനം സപ്ലൈകോ നെല്ല് സംഭരിക്കും. ആ സംഭരിച്ച നെല്ലിന്റെ വില കാലതാമസമില്ലാതെ PRS ഷീറ്റ് ജനറേറ്റ് ചെയ്യുന്ന മുറയ്ക്ക് കൃഷിക്കാർക്ക് കൊടുക്കും സഹകരണ ബാങ്കുകൾ. ഇവിടെ ഇപ്പോൾ സംഭരിക്കുന്നത് പട്ടിത്തറ സർവീസ് സഹകരണ ബാങ്കാണ്. അങ്ങനെ ഓരോ പാടശേഖരവും ഓരോ ബാങ്കിന് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ സപ്ലൈകോയും മില്ലുകളും തമ്മിൽ നോക്കും. ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ള ധാരണ. കാഴ്ചയുടെ കരുതലുമായി കൂറ്റനാട് അലീന കണ്ണടകൾ. നിങ്ങളുടെ കണ്ണുകൾക്ക് ഇനി മികച്ച സുരക്ഷയും കൃത്യമായ പരിചരണവും നൽകാൻ കൂറ്റനാട് ടൗണിൽ തൃത്താല റോഡിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്നു അലീന കണ്ണടകൾ.